ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം ബിസി ആയിരുന്നു. സോ എൻ്റെ വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഐ തിങ്ക് പേയ്മെന്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് തോന്നുന്നു റീഡിങ്ങിന് വേണ്ടിയിട്ട്. സോ അത് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനർജി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക, ഒരു സബ് ചെയ്യുക. കറണ്ട് എനർജി, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. കിങ് ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾ, ടവർ കാർഡ് സിറ്റുവേഷൻ, ടെൻ ഓഫ് സോർഡ് സിറ്റുവേഷൻ, സിക്സ് ഓഫ് കപ്സ് ആണ് ഫീലിങ്സ് ആണത്. നൈറ്റ് ഓഫ് സോർഡ്സ് ഫീലിങ്സ് ആണ്. ഫൈവ് ഓഫ് സോർഡ്സ് ആണ് സിറ്റുവേഷൻ ആണ്. ഏസ് ഓഫ് കപ്സ്. ഓക്കെ, നമുക്ക് കൂടുതലും ഇവരുടെ സിറ്റുവേഷൻ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിവിടെ സിക്സ് ഓഫ് സോർഡ്സ് എന്നൊരു കാർഡ് ഫീലിങ്സിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു കാർഡ് ഇപ്പോഴും പാസ്റ്റിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും പാസ്റ്റിനെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി. ഓക്കെ, അതായത് പാസ്റ്റിലെ കാര്യങ്ങൾ, കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും ആ പേഴ്സൺ സ്റ്റിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോഴും അതൊരു മെമ്മറീസ് ആണ്. അതായത് ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതൊരു നൊസ്റ്റു ആയിട്ട് സൂക്ഷിക്കുന്ന ഒരു അവസ്ഥ. അതായത് നിങ്ങളുടെ ഓർമ്മകൾ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസുകൾ വരുമ്പം ഒരു ഇമ്മച്വേർഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ വരിക, അല്ലെങ്കിൽ ഒരു കുട്ടിത്തം ആയി പോകുക എന്നുള്ള രീതിയിൽ. ഓക്കെ, മെച്വേർഡ് അല്ലാത്ത ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ അവർക്ക് കടന്നു വരുന്നത് പോലെ. ഇവിടെ സിറ്റുവേഷനകത്ത് ടെൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ടവർ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. കൂടുതൽ പേരും ഇവിടെ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതൊരു സഡൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം. ഒന്നും പറയാതെയുള്ള പെട്ടെന്നുള്ള ഒരു പോക്കായിരിക്കാം. അതായത് ഒന്നും നിങ്ങൾക്ക് ക്ലാരിറ്റി ഒന്നും തരാതെ പെട്ടെന്ന് തന്നെ നിങ്ങളിൽ നിന്നും ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം ടവർ എനർജി വന്നിട്ടുണ്ട്. അത് സഡൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ടെൻ ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനും നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അതായത് നിങ്ങളുടെ ഇടയിൽ സിറ്റുവേഷൻ കാരണം നിങ്ങൾക്ക് ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാകാം. ഫൈവ് ഓഫ് സോർഡ്സിന്റെ എനർജി വന്നതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. സോ തേർഡ് പാർട്ടിയുടെ കൺട്രോളിൽ നിൽക്കുന്ന പേഴ്സൺ ആയിരിക്കാം നിങ്ങളത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഇവിടെ ടെൻ ഓഫ് സോർഡ്സിന്റെ എനർജി വന്നിട്ടുള്ളത്. അതായത് പെയിൻഫുൾ എൻഡിങ് ആണ്. അവർക്ക് വേദനയുണ്ട്. ആ വേദനയിലാണ് ഇത് അവർ സ്റ്റോപ്പ് ചെയ്തേക്കുന്നത്. അത് ഒരിക്കലും ഈ വേദന വെച്ചുകൊണ്ട് മനഃപൂർവ്വമല്ല അവർ ചെയ്തേക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി ഉള്ളതുകൊണ്ട് മാത്രം അവർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സോ നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് ഫേസ് ചെയ്യുന്നുണ്ടാകാം, ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നുണ്ടാകാം. അപ്പൊ എന്തായാലും ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ആ തേർഡ് പാർട്ടിയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഇവിടെ ഫീലിങ്സിനകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു സിക്സ് ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു. മെമ്മറീസ് ഇപ്പോഴും ഉണ്ട് അവർക്ക്. അവർ ആ ഒരു പാസ്റ്റിൽ എന്ത് തേർഡ് പാർട്ടി വന്നോട്ടെ, ഏത് തേർഡ് പാർട്ടിന്റെ ഇടയിൽ നിന്നോട്ടെ, പാസ്റ്റിൽ ഇപ്പോഴും സ്റ്റക്കാണ്. സ്റ്റിൽ അവർക്ക് ആ ഒരു മെമ്മറീസ് എല്ലാം ഉണ്ട്. അത് അവരുടെ തോട്ട്സ് ആണ്, അവരുടെ ഓർമ്മകളാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഫീലിങ്സ് ആണ്. നിങ്ങളടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് അവർക്ക്. ഓക്കെ, അതായത് ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹം. ഇപ്പം ഈവൻ അവരുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ്, ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ കൺട്രോൾ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും വാല്യുബിൾ ഓർ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ പോലും കുറച്ച് നാളത്തെ ഒരു പരിചയമായിരിക്കാം മേ ബി നിങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു പൊസിഷൻ തരേണ്ട ഒരു ആവശ്യം ഈ പേഴ്സൺ ഉണ്ടാവില്ലായിരിക്കും. എങ്കിലും അത്രയും വാല്യുബിൾ ആയിട്ട് നിങ്ങളെ എല്ലാരേക്കാളും മുന്നേ, അല്ലെങ്കിൽ എല്ലാരേക്കാളും മുകളിലായിട്ട് നിങ്ങളെ വെക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അത്രയും അൺകണ്ടീഷണൽ ലവ് നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കിങ് ഓഫ് കപ്സും അതുപോലെ നൈറ്റ് ഓഫ് സോർഡ്സും ആണ് ഫസ്റ്റ് വന്നിട്ട്, നൈറ്റ് ഓഫ് പെൻഡക്കിളും.
അപ്പം ഇതാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ഒന്നും എക്സ്പ്രസ്ഡ് അല്ല, എല്ലാം ഹൈഡിങ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചാൽ മേ ബി സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കാം. ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനെ എങ്ങോട്ടും വിടാതെ ഇങ്ങനെ കെട്ടി വെച്ചേക്കണത് പോലെ വെച്ചേക്കണ ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നത്. ഒരുപാട് ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ഇത് കണ്ടോ, ഈ ഒരു പെട്ടിക്കകത്ത് ആ ഒരു ലവ് ചീനാണ് കിടക്കുന്നത്, അതിനെ പുറത്തോട്ട് വിടണില്ല, അത് അവിടെ ഇങ്ങനെ വെച്ചേക്കും. അതായത് എക്സ്പ്രസ്ഡ് അല്ല, നിങ്ങളുടെ പേഴ്സൺ ഒന്നും തന്നെ പുറത്തോട്ട് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം, അവരൊന്നും തുറന്ന് പറയുന്നുണ്ടാവില്ലായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കാം ഈ പേഴ്സന്റെ ക്യാരക്ടർ ബേസ് ചെയ്തിട്ട്. പിന്നെ അതുപോലെ ഇവർക്കും കൺഫ്യൂഷൻ ഉണ്ട്, നല്ല രീതിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. ആൻഡ് ഇപ്പൊ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ചേസ് ചെയ്യുന്നൊരു എനർജി ഉണ്ട്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് വെക്കുക, ഓർ നിങ്ങൾ സ്പൈ ചെയ്യുക, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഓർ FB അല്ലെങ്കിൽ അങ്ങനെയുള്ള എടുത്തൊക്കെ നിങ്ങളെ നോക്കുക. ഓക്കെ, ബ്ലോക്ക് ചെയ്തത് ആ പേഴ്സൺ ആണെങ്കിൽ പോലും ഇടയ്ക്ക് ബ്ലോക്ക് അഴിച്ചു നോക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് അന്വേഷിക്കാനുള്ളൊരു ടെൻഡൻസി. ഓക്കെ, അത് മറ്റുള്ളവരോട് ചോദിച്ചിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ തന്നെ പേഴ്സണലി നിങ്ങളെ ഇങ്ങനെ എന്ന് കരുതി അവർ ഒരിക്കലും വരുന്നുമില്ല, നിങ്ങളുടെ അടുത്തോട്ട് അടുക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ ഓർമ്മകളെല്ലാം വരുമ്പം നിങ്ങളെ അറിയാതെ അവർ മനസ്സുകൊണ്ട് ചേസ് ചെയ്ത് പോകുന്ന ഒരു എനർജി. ഇത് നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങൾക്കൊരു ടെലിപ്പതിക്കലി അല്ലെങ്കിൽ സെയിം എനർജി നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. നിങ്ങൾ നിങ്ങളിലേക്ക് ഒതുങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ ഒന്ന് കയറി നോക്കണം. അവരുടെ സ്റ്റാറ്റസ് എന്താണ്, അവർ ബ്ലോക്ക് അഴിച്ചിട്ടുണ്ടോ, അവരുടെ DP എന്താണ്, അവര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ ടെൻഡൻസി വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊരു ടെലിപ്പതിക്കലി കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ സെയിം എനർജി നിങ്ങൾക്കും എഫക്റ്റ് ആവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചില മൂവീസ് കാണുമ്പം, ചില റൊമാൻറ്റിക് മൂവീസ്, റൊമാൻറ്റിക് സോങ്സ് എല്ലാം കാണുമ്പം അവിടെ നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പഴയ കാര്യങ്ങളോ നിങ്ങളെയൊക്കെ, അതായത് ലവ് സീൻസ് എല്ലാം കാണുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതൊക്കെ അവരുടെ തോട്ട്സ് ആണ് കേട്ടോ, ആൻഡ് ഫീലിങ്സ് ആണ്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെ അവർ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. ഒരു ചേസിങ് ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾ അറിയാതെ തന്നെ. ഓക്കെ, ഇവിടെ നമ്മൾ അവരുടെ തോട്ട്സും അതുപോലെ തന്നെ ഫീലിങ്സും കണ്ടു. ചെറിയൊരു റീഡിംഗ് ആണ് എടുക്കുന്നത് കേട്ടോ. നമുക്കിവിടെ നെക്സ്റ്റ് ആക്ഷൻ എന്താന്നുള്ളതൊന്ന് നോക്കാം. എന്താണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്നുള്ളത്. 9 ഓഫ് പെൻഡക്കിൾ ആണ് എനിക്ക് വന്നിട്ടുള്ളത്. 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് ആണ് ബോട്ടം ഓഫ് ദ ഡെക്ക്. വളരെ ഹാപ്പി, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് ഇത് അവരുടെ എനർജിയിൽ. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് വരുമ്പം ഇത് സ്നേഹം തരിക എന്നുള്ളതാണ്. ഓക്കെ, ഒരാൾ മാത്രമേ ഇതിൽ ഡീപ്പായിട്ടുള്ള സ്നേഹം ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ, അത് നിങ്ങളായിരിക്കാം. ആ ഒരു സ്നേഹം അത്രയും ഡീപ്പായിട്ട് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളായിരിക്കാം. അപ്പം അതേ അളവിൽ അവർ തിരിച്ചു തരിക. അതായത് ഒരാൾ മാത്രമേ സ്നേഹം വെച്ച് നീട്ടിയിട്ടുള്ളൂ, മറ്റൊരാൾ അത് സ്വീകരിച്ച് നിങ്ങൾക്ക് അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തരിക. അതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഇവിടെ കാണുന്നത്. 9 ഓഫ് പെൻഡക്കിൾ വരുന്ന സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആക്ഷൻ ആയിട്ട് എടുക്കേണ്ടത്, ഈ സ്നേഹം ഞാൻ എങ്ങനെ പങ്കുകൊടുക്കണം, അല്ലെങ്കിൽ ഈ സ്നേഹം ഞാൻ എങ്ങനെയൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നല്ല രീതിക്ക് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ, സ്നേഹം ഒരുപാടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാ കാർഡ്സിലും അത് ഉണ്ട്, എല്ലാ കാർഡ്സിലും നിങ്ങളുടെ അടുത്തുള്ള ഒരു സ്നേഹം ഉണ്ട്. സോ ചിന്തിച്ചിരിക്കാണ്ട് ആക്ഷൻ എടുക്കുന്നതാണ്. ഈ ആക്ഷൻ ആയിട്ടാണ് കാണിച്ചത്. നിങ്ങൾ തരുന്ന അതേ സ്നേഹം അവർ തിരിച്ചു തരാനുള്ളതാണ് അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത്. പിന്നെ 9 ഓഫ് പെൻഡക്കിളിനകത്ത് നിങ്ങൾക്കൊരു കോണ്ടാക്ട് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അവരുടെ ബ്ലോക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റും ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ക്ലെയിം ചെയ്യുക.